സുഹൃത്തുക്കളെ, ഇതൊരു ഒറ്റത്തടിയിൽ നിർമ്മിച്ച ഒരു പാത്രമാണ്. നമ്മുടെ പൂർവികർ 1900 1800കളിലുമൊക്കെ നമ്മുടെ പൂർവികരായ ആൾക്കാർ ആഹാരം പാചകം ചെയ്തതിന് ശേഷം ആഹാരം തണുപ്പിക്കാൻ വേണ്ടി അന്ന് പാത്രങ്ങളൊക്കെ കുറവായിരുന്നു. തടിയിലും കല്ലിലുമുള്ള പാത്രങ്ങളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട്. ഇത് ഒറ്റത്തടിയിൽ കിഴുത്തയൊന്നുമില്ലാത്ത രീതിയിൽ സാമ്പാർ പാത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാമ്പാർ അല്ലെങ്കിൽ കറികളൊക്കെ, മോരും കറികളുമൊക്കെ ഒത്തിരി ഫങ്ഷനൊക്കെ വരുമ്പോൾ, വലിയ കല്യാണം പോലെയുള്ള ഫങ്ഷൻ വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെയുള്ള വലിയ വലിയ തടി കൊണ്ടുള്ള അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള കലങ്ങളിലും പാത്രങ്ങളിലുമാണ് വാർന്ന് വെച്ച്, അതായത് ആവി പോകാനും സൂക്ഷിക്കുന്നത്. അന്ന് ഇരുമ്പിൻ്റെയൊക്കെ പാത്രങ്ങൾ കുറവായിരുന്നു, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൂടാതെ തോണികൾ, വലിയ തോണികളും കൊച്ചു തോണികളിലുമൊക്കെ വള്ളങ്ങൾ പണിഞ്ഞ് അതിനകത്തും ഇതുപോലെയുള്ള വലിയ ഫങ്ഷനൊക്കെ കറികളും സാമ്പാറും മോരും ഒക്കെ വലിയ വലിയ ആയിരങ്ങൾക്ക് സാപ്പാട് ആഹാരം കൊടുക്കുന്നിടത്തേക്ക് വയ്ക്കുന്ന ഇതുപോലുള്ള പാത്രങ്ങളിലായിരുന്നു. ഇന്നും ചില വീടുകളിലും ഒക്കെ ഉണ്ട്. ശബരിമലയിൽ ഇതുപോലെ വലിയ പാത്രം തടിയുടെ ഉണ്ട്. അതായത് ശർക്കര അരവണയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാത്രം ഉണ്ടതായിട്ട് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ മ്യൂസിയത്തിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ്, മ്യൂസിയമായിട്ട് വെക്കാൻ വേണ്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിടെ പത്രത്തിൽ വാർത്ത വന്നു. ഇതേപോലെയുള്ള പാത്രങ്ങൾ നമ്മുടെ പഴയ ഇല്ലങ്ങളിലോ വീടുകളിലോ പൂർവികരുടെ അവിടെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ 90കളിൽ അല്ല 1900കളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമാണ്. ഇതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയി. ഇന്ന് ഇത് പണിയാൻ പോലും ആളില്ല. ഒറ്റത്തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ്. വളരെ അപൂർവമാണ് ഈ പാത്രം. ഇങ്ങനെ പഴയ വീടുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് പഴയ കാല കസേരകളാണിത്. പണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ അധ്യാപകരിരിക്കുന്ന ഇതേപോലുള്ള കസേരകളിലാണ് നമ്മുടെ സ്കൂളിൽ. ഇത് അധ്യാപകരുടെ കസേരയെന്നാണ് അറിയപ്പെടുന്നത് സ്കൂളിൽ. ഒരു പഴമയുടെ ഒരു ശേഖരമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പണ്ടത്തെ ചിരവയാണ്, നമ്മുടെ തേങ്ങയൊക്കെ ചിരവ ചിരവ. അപ്പോൾ സാമ്പാർ പാത്രം കാണാത്തവർക്കായിട്ട് ഇത് കാണിക്കുകയാണ്.